പറഞ്ഞു, അപ്പ അപ്പന്റെ വസ്തുവിൽ എനിക്കുള്ള ഷെയർ തരയണം. മോനെ, നീ എന്താണ് ഈ പറയുന്നത്? വസ്തു ഭാഗം വയ്ക്കാൻ അതിന് തക്കവണ്ണം ഇവിടെ ഇതുണ്ടായി. ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് എന്റെ പങ്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് കുറെ ബിസിനസ് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാം. അതിന് കുറെ പണം വേണം. മോനെ, നിനക്ക് ഈ ലോകത്തിന്റെ ചതിക്കുകളെ കുറിച്ച് ഒന്നും അറിയില്ല. നീ ചെറുപ്പമാണ്, ദൈവത്തിന്റെ വഴിവിട്ട് പോവുകയാണ്. അപ്പൻ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മോനെ, നിന്റെ അനുജൻ പറയുന്നത് കേട്ടോ. ഞാൻ അവന് സ്വന്തം ഭാഗം വെച്ച് നൽകണം. നീ എന്തു പറയുന്നു? എന്താ അപ്പ ഈ പറയുന്നത്? സ്വത്ത് വായിക്കാനോ? അപ്പൻ അവനെ ഒന്നുകൂടി ഉപദേശിച്ചാൽ ഒരു പക്ഷേ അവന് മനസ്സിലാവും. അവന് മനസ്സിലാകും. കുറെ കഴിയണം. ഇല്ല മോനെ, ഇനി ഞാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിതാ അവനുള്ള പങ്ക് കൊടുക്കുക തന്നെ തീരുമാനിച്ചു. അപ്പൻ ആധാരം ഒന്ന് ഇളയ മകന്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ ഇളയ മകൻ സ്വന്തമായി ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. അവിടെ കുറെ പേർ കൂടിയിരുന്ന് ചീട്ട് കളിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നു. അതെ ചങ്ങാതിമാരെ, എന്നെ കൂട്ടാമോ നിങ്ങളുടെ കൂടെ ചീട്ട് കളിക്കാൻ? അല്ല, അതിന് നീ ഏതാ? ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് വടക്ക് നിന്നാ. ഞാനും കൂടട്ടെ നിങ്ങളുടെ ഒപ്പം. നീ എന്താ വിചാരിച്ചേ? ഇത് നിസ്സാര കളിയൊന്നുമല്ല, പണം വെച്ചുള്ള ഏർപ്പാടാണ്. നീ നിന്റെ പാട് നോക്കി പോ. ആഹാ, അത് കൊള്ളാം. പണം എനിക്കൊരു പ്രശ്നമേ അല്ല. എത്ര വേണം? ഇവനാള് കൊള്ളാലോ. ഇവനെ കൂടെ കൂട്ടി ആ പണം മുഴുവൻ കൈക്കലാക്കണം. എങ്കിൽ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. ഇവിടെ വന്നിരിക്കൂ. വരൂ വരൂ. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 10. മടിച്ചു നിൽക്കാതെ അങ്ങ് വെക്ക്. വെയ് രാജ വെയ്. പണം വരും പോകും. ആ പണം കൂടി ഇങ്ങ് വെക്ക്. പണമുള്ളവന് ഭാഗ്യം, പണമില്ലാത്തവൻ വെറും പിണം. വരൂ വരൂ, നിങ്ങളുടെ ഭാഗ്യം ഇന്നായിരിക്കാം. വയ്ക്കൂ. ആ അങ്ങനെ തന്നെ. ആഹാ, ഞാൻ കളി ജയിച്ചു. ഇന്ന് ഞാൻ ഏറെ നേടിയ ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ചെലവ് എന്റെ വക. ഏറ്റവും ഭയങ്കരമായ മദ്യം തന്നെ കൊണ്ടുവരും. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. അത് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിനാ? ഇന്ന് നിനക്ക് ഭാഗ്യമുള്ള ദിവസമാണ്. കുറച്ചുകൂടി പണം വെച്ചാൽ ഇരട്ടി സമ്പാദിക്കാമല്ലോ. ഇരട്ടിയല്ല, ഇതാ ഞാൻ എന്റെ മുഴുവൻ പണവും വെച്ച് കളിക്കാൻ പോകുന്നു. ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. അങ്ങനെ ഞാൻ ഇന്ന് തന്നെ ഒരു ലക്ഷപ്രഭു ആകും. അങ്ങനെ അവൻ തന്റെ മുഴുവൻ പണവും വെച്ച് ചീട്ട് കളിച്ചു തുടങ്ങി. പതിയെ പതിയെ അവന്റെ പ്രതീക്ഷകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവൻ തോൽവിയിലേക്ക് നിലംപതിച്ചു. അവന്റെ പണം മുഴുവനും നഷ്ടമായി പോകുന്നു. അയ്യോ, എല്ലാം എന്റെ കൈവിട്ട് പോവുകയാണല്ലോ. ഇനി വെച്ച് കളിക്കാൻ എന്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ. എന്തേ, നിനക്ക് പണമില്ലേ? ചങ്ങാതിമാരെ, എന്റെ പണം തീർന്നു. എന്നാലും ഞാൻ ഒരു വട്ടം കൂടി കളിച്ചോടെ. പണമില്ലാതെ കളിക്കാനോ? നീ ആള് കൊള്ളാലോടാ. പണമില്ലാത്തവൻ പിണം. കടക്ക് പുറത്ത് എങ്ങോട്ടെങ്കിലും വേഗം സ്ഥലം വിട്ടോ. അതാണ് എനിക്ക് നല്ലത്. ആ അങ്ങനെ സ്വത്ത് മുഴുവൻ നാനാവിധമാക്കിയ ഇളയ മകൻ ആ ദേശത്ത് കൂടി അലഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. ഓ, എത്ര ദിവസമായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. ആരോടൊക്കെ ചോദിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ലല്ലോ. അവൻ അടുത്ത് കണ്ട ഒരു വീട്ടിൽ കയറി ഭക്ഷണം ചോദിക്കുന്നു. എനിക്ക് എന്തെങ്കിലും കുറച്ച് കഴിക്കാൻ തരാമോ?
ദേശത്തൊക്കെ കഠിന ക്ഷാമമാണ്. ഇവിടെ ഞങ്ങൾക്ക് തന്നെ കഴിക്കാൻ തികയുന്നില്ല. പിന്നെ എങ്ങനെ? ആട്ടെ, നീ ചെന്ന് ഈ ദേശത്തുള്ള ധനികന്റെ ഭവനത്തിലേക്ക് ചെന്ന് അപേക്ഷിക്കൂ. അവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും ലഭിക്കും. ഒടുവിൽ അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരാളെ ചെന്ന് ആശ്രയിച്ചു. യജമാനനെ, എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരാമോ? എനിക്ക് കഴിക്കാൻ അല്പം ആഹാരവും കിടക്കാൻ ഒരിടവും പാത്രം നൽകിയാൽ മതി. വരുമ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയും. 4 ദിവസം കഴിയുമ്പോ പാവം മാറും. നിനക്ക് വലിയ പണിയൊന്നും ഇവിടെ ഇല്ല. പോ. അയ്യോ യജമാനനെ, അങ്ങനെ പറയല്ലേ. എന്തെങ്കിലും ഒരു ജോലി. ഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി. നിന്നെ കണ്ടിട്ട് ജോലി ചെയ്ത് ശീലമൊന്നും ഉള്ള ലക്ഷണമൊന്നും ഇല്ല. എന്നാലും നീ പോയി ആ പന്നികളെ മേയ്ക്ക്. പന്നിക്ക് കൊടുക്കുന്ന വാളമര എങ്കിലും കിട്ടുമോന്ന് നോക്ക്. പോ. അങ്ങനെ പന്നികൾക്ക് കൊടുക്കുന്ന വാളവര കൊണ്ട് വയറ് നിർമ്മാൻ ആഗ്രഹിച്ച് അവൻ പന്നികളുടെ അടുക്കൽ ചെല്ലുന്നു. എന്നാൽ അതുപോലും ആരും അവന് കൊടുത്തില്ല. അവൻ കുനിഞ്ഞ് വാളവര കഴിക്കാൻ നോക്കുന്നു. നീ എന്താണ് കാണിക്കുന്നത്? നീ ഇതെടുത്ത് കഴിച്ചാൽ പന്നികൾ പട്ടിണിയാകും. ഈ കഥയുടെ തുടർഭാഗം നമുക്ക് സുപരിചിതമാണ്. തന്റെ അപ്പന്റെ ഭവനത്തിൽ അനേകം ദാസന്മാർ സുഭിക്ഷമായി ജീവിക്കുന്നതും താൻ ചെയ്ത പാപമൊക്കെ മനസ്സിലാക്കിയ ധൂർത്തപുത്രൻ തിരികെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുകയും ആ പിതാവ് അവനെ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന അനേകം തലങ്ങൾ കിടക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെ നടക്കുന്ന ചില സന്ദർഭങ്ങൾ ഞങ്ങൾ ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു. ഒരു ആന്റി 3 മക്കളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നു. മക്കളെ, നിങ്ങളെല്ലാവരും എവിടെയാ? പ്രാർത്ഥനാ സമയമായി. ആ ബൈബിളും പാട്ടുപുസ്തകമൊക്കെ എടുത്ത് കൊണ്ടുവന്നേ. ഒരു പ്രാർത്ഥന ഒരെണ്ണം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയിട്ടില്ല. ഇനിയും പ്രാർത്ഥനയോ? ഇത് എപ്പം തീരുവോ എന്തോ? പറഞ്ഞു നിൽക്കാതെ വേഗം പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ സങ്കീർത്തനം 91 എടുത്ത് വായിക്കുക ഒരാള്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും അല്ല, നീ പ്രാർത്ഥനാ സമയത്ത് ഇരുന്ന് ഉറങ്ങുവാണോ? നീ എണീറ്റ് പോയി ഫോൺ കഴുകിയിട്ട് വന്നിരിക്കേ. അടുത്ത ആള് വായിക്കേ. രണ്ടാമത്തെ ആളാവട്ടെ ഫോണിൽ പാട്ട് കേട്ട് അതിൽ മുഴുകിയിരിക്കുന്നു. ഇവൻ ഇവിടെ എന്തെടുക്കുക? എടാ, നിന്നോടല്ലേ വായിക്കാൻ പറഞ്ഞത്? അല്ല, എന്നോടാണോ? എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും കേട്ടില്ലല്ലോ. 24 മണിക്കൂറും ആ കുന്തവും തോണ്ടിക്കൊണ്ടിരുന്നോളൂ. അതൊന്ന് മാറ്റി വെക്കാമോ? എന്നിട്ട് 2 അക്ഷരം ബൈബിള് വായിക്കും. അവന് ഇഷ്ടപ്പെട്ടില്ല. ഇനി സമയം കളയണ്ട. അടുത്ത ആള് വായിക്കും. മൂന്നാമത്തെ ആളാവട്ടെ എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നു. താനെയല്ലേ ആനുവലിനെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഏത് ദിവസത്തിനും എന്റെ കാലം കൂടെ കയറിപ്പാണ്. പാറ്റയാണ് പഴുതാരെയാണോ? ഈ ആഴ്ച ഏതെങ്കിലും സിനിമ ഇറങ്ങോ? ആരും ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ഈ കൊച്ചിത് എന്തെടുക്കുക? ആരോടെ എവിടെയാ? പറഞ്ഞത് എന്തെങ്കിലും കേട്ടോ കൊച്ചേ നീ? എന്താ എന്നെ പറ്റിയേ? ഒന്നുമില്ല എന്റെ കുഞ്ഞേ. ഈ പിള്ളേരുടെ പുറകെ നടന്ന് ഞാൻ മടുത്തു. അല്ല, ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കും ഇതൊക്കെ തന്നെയല്ലേ ആഗ്രഹങ്ങൾ. ഇതൊക്കെയാണ് ഇവരുടെ നന്മകളെ കെടുത്തിക്കളയുന്നതെന്ന് ഇവർ അറിയുന്നില്ലല്ലോ. എന്റെ ദൈവമേ, എന്നിലേക്കും ഈ മക്കളിലേക്കും നിന്റെ വെളിച്ചത്തെ പകരണമേ. Oh,
വാ ആന്റി, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് പല രീതിയിൽ കഷ്ടത്തിലായിരിക്കുന്ന നമുക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാം. മറ്റുള്ളവയിൽ അനേകം കുറവുകൾ കാണുമ്പോൾ അവനെ കുറ്റപ്പെടുത്തി പോകാതെ അതിനായി നമുക്ക് മറ്റൊരു സാഹചര്യം കണ്ടു നോക്കാം. സഹോദര, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു ആലോചന കിട്ടി. അടുത്ത ആഴ്ച ഇവിടെ നടക്കുന്ന 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ താങ്കൾ പങ്കെടുക്കണം. ദൈവത്തിന് അനേകം കെട്ടുകൾ കഴിക്കാനുണ്ട്. വരാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കാം. പിന്നീട് ആ വിശ്വാസം മാറി നിന്ന് സ്വയം ചിന്തിക്കുന്നു, എന്തൊരു കഷ്ടമാണിത്. എന്റെ അവസ്ഥ അവർക്ക് അറിയാവുന്നതല്ലേ? എല്ലാം വിശുദ്ധ ദിവസവും ഞാൻ മുടങ്ങാതെ വരുന്നുണ്ടല്ലോ. ആ വിശ്വാസികളുള്ള ആ വീട്ടിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും ദിവസം അടുപ്പിച്ച് ഞാൻ എങ്ങനെ വരാനാ? പറയുന്നവർക്ക് എന്തും പറയാം, ഞാൻ പോകുന്നില്ല. അങ്ങനെ ആ മനുഷ്യന്റെ ജീവിതം നാൾക്ക് നാൾ കഷ്ടതയിലേക്കും അനേകം രോഗങ്ങളിലേക്കും സമാധാനമില്ലാത്ത അവസ്ഥകളിലേക്കും ആയിത്തീരുന്നു. എന്റെ യേശുവേ, ഇനി ഞാൻ എന്ത് ചെയ്യും? അന്ന് ആ സഹോദരൻ പറഞ്ഞതുപോലെ ആ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഒന്ന് പങ്കെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ദൂത് കേട്ട് അനുസരിക്കാതെ ഞാൻ ഇന്ന് പന്നിക്കുഴിയിൽ ആയിപ്പോയല്ലോ. എന്തോ തീരുമാനിച്ചുറപ്പിച്ച ശേഷം അയാൾ അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇന്ന് തൊട്ട് അടുത്ത ഉപവാസ പ്രാർത്ഥന തുടങ്ങുവാനല്ലോ. ഞാൻ തീർച്ചയായും പോയി അതിൽ പങ്കെടുക്കും. അങ്ങനെ അയാൾ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. അയാളുടെ അവസ്ഥകളെല്ലാം മാറുന്നു. രോഗസൗഖ്യം, ആരോഗ്യം, സമാധാനം ഒക്കെ ആ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നു. ഇതുപോലെ ദൈവം നമ്മൾ ഓരോരുത്തരോടും മുന്നോട്ട് നോക്കി വരാൻ പോകുന്ന ആപത്ത്, അനർത്ഥങ്ങളിൽ നിന്ന് വിടിയിപ്പാൻ അനേകം ദൂതുകൾ പറയുന്നു. നമ്മുടെ അവസ്ഥകൾ നോക്കി അത് തിരിച്ചു കളയാതെ സ്വീകരിക്കുമ്പോൾ ഒരു കണ്ണു കണ്ടിട്ടില്ലാത്ത രണ്ടുപേർ അടുക്കളയിൽ ജോലി ചെയ്യുന്നു. ഒരു കുന്ന് പാത്രങ്ങളാ കഴുകാനുള്ളത്. ആരാ ഇതെല്ലാം കൂടി നിരത്തിയിടുന്നേ? കഴിക്കാൻ നേരം എല്ലാവരും കാണും. അത് കഴിഞ്ഞാൽ ആരെയും ഈ വഴി കാണില്ല. ഒരു കൈ സഹായം ചോദിച്ചാൽ ആ വേദന ഈ വേദന, ലോകത്തില്ലാത്ത രോഗമെല്ലാം അപ്പൊ പ്രത്യക്ഷപ്പെടും. ഞാൻ അടുത്തു, എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി. ഓ എന്റെ ദൈവമേ, നേരം വെളുത്തപ്പോഴേ ഇങ്ങനെ പറയല്ലേ. കേട്ട് കേട്ട് ഞാൻ മടുത്തടിയേ. എന്തൊരു ബഹളമാണ് ഇവിടെ! ഒരു മൈൽ ദൂരത്തു നിന്ന് കേൾക്കാമല്ലോ ഇവിടുത്തെ ഒച്ചപ്പാട്. പ്രാർത്ഥനയുടെ കുറവാണ് ഇവിടെ. ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് തുടങ്ങണമെന്ന് അറിയില്ലേ? ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങയെ കരുതി തരുന്നു. ഈ അടുക്കളയിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ആരെങ്കിലും ഈ അടുക്കളയിൽ ഇപ്പോഴുണ്ടെങ്കിൽ അവരെല്ലാം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകേണ്ട ദൈവമേ. കൊള്ളാലോ. അതെന്നെ ഉദ്ദേശിച്ചാണല്ലേ? ഇതാണോ നിങ്ങളുടെ പ്രാർത്ഥന? ഇനി ഞാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ അടുക്കളയും ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യത്തിലും മറ്റുള്ളവരിലേക്ക് മാത്രം വിരല് ചൂണ്ടാതെ തന്നിലേക്ക് തന്നെ വിരല് ചൂണ്ടി ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഓരോ മക്കളെയും ഒരു കേണമേ. മതി മതി, എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നുറുത്തിക്കേ. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളമാണെന്ന് ഞാൻ ചെന്ന് എല്ലാവരും പറയട്ടെ. ഓ, എന്താ
നമുക്ക് മറ്റൊരു അടുക്കളയിൽ ഇതേ സാഹചര്യങ്ങളിൽ അവസ്ഥകൾ മാറി മറിയുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ? എന്റെ ദൈവമേ, എന്തുമാത്രം പാത്രങ്ങളാണ് കഴുകാനുള്ളത്. എനിക്കാണെങ്കിൽ ഒരു സുഖവും തോന്നുന്നില്ല. യേശുവേ, എന്നെ സഹായിക്കണമേ. ഓ, കർത്താവിന് ഇത്രയും വഴി നടത്തിയല്ലോ. ഇത്രയും രോഗസൗഖ്യവും ആരോഗ്യവും ബലമൊക്കെ തന്നല്ലോ. നന്ദി യേശുവേ. സഹോദരി, ഇത് കുറെ ഉണ്ടല്ലോ. ഞാനും കൂടെ സഹായിക്കാം. നമുക്ക് വചനം പറഞ്ഞ് പാട്ടുകൾ പാടി ഈ പണിയൊക്കെ വേഗം ചെയ്ത് കേൾക്കാം. അല്ല, ഇതെന്താണിത്? പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം അറിയാറുണ്ടല്ലോ. സാധാരണ ഇവിടുത്തെ അവസ്ഥകൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ. നന്ദി യേശുവേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇനിയും കരുതരുത്. അവിടുത്തെ ആത്മാവിൽ തന്നെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇനി നമുക്ക് 3 പേർക്കും കൂടി വേഗം പണികളൊക്കെയും തീർക്കാം. നോക്കൂ, എത്ര പെട്ടെന്നാണ് പണികളെല്ലാം തീർന്നത്. നന്ദി യേശുവേ. അതെ അതെ, നന്ദി യേശുവേ. സ്തോത്രം. ഈ 2 സാഹചര്യങ്ങളും നമ്മൾ കണ്ടുവല്ലോ. ഏറ്റവും സന്തോഷത്തോടെ ഈസിയായി ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ നിസ്സാര കാരണങ്ങൾ കൊണ്ട് വലിയ തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും ഒക്കെ ആകുന്നു. ഒരിടത്ത് അങ്ങനെ വഴിമാറിപ്പോയപ്പോൾ മറ്റൊരിടത്ത് ഒരാളൊന്ന് ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടപ്പോൾ മറ്റുള്ളവരിലേക്ക് ആ വെളിച്ചം കത്തിപ്പറന്ന് അവസ്ഥകൾ ആകെ മാറി. ഈ ഡ്രാമയിൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും നമ്മളും ദൂർത്തപുത്രനെ പോലെ പന്നിക്കുഴിയിലേക്ക് ആവുകയും പോകും. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഒന്ന് തിരിയുവാൻ റെഡിയായാൽ നമ്മുടെ അവസ്ഥകളെ യേശു മാറ്റും. അതുകൊണ്ട് ആത്മാവിൽ ഒരു പുതിയ തീരുമാനത്തോടെ നമുക്ക് അപ്പന്റെ ഭവനത്തേക്ക് ഈ 2024 തിരിച്ചു വരാം. ഗോഡ് ബ്ലെസ് യു.